വെൽക്കം ടു ഷെലൻസ് കിച്ചൺ ആർട്ട്. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് മാംഗോ ഐസ്ക്രീമാണ്. പാനിലേക്ക് 2 കപ്പ് പാലൊഴിക്കാം. അര കപ്പ് പഞ്ചസാര ചേർക്കാം. മധുരം ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഒന്ന് തിളയ്ക്കാൻ അനുവദിക്കാം. ഇപ്പോൾ പാല് നന്നായി തിളച്ചു വന്നിട്ടുണ്ട്. അതിലേക്ക് 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കുറച്ച് പാലിൽ കലക്കിയത് ചേർക്കാം. ഇനി നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം, നല്ല തിക്ക് കൺസിസ്റ്റൻസി ആവുന്നത് വരെ. ഇപ്പം നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തണുപ്പിക്കാൻ വെക്കാം. ഇപ്പം 2 കപ്പ് പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കാം. നല്ല പഴുത്ത മാങ്ങയാണ് എടുക്കണം, പുളിയുള്ള മാങ്ങ ഒരിക്കലും എടുക്കരുത്, പാല് പിരിഞ്ഞു പോകും. നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇപ്പം മാങ്ങ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നേരത്തെ തണുപ്പിച്ചു വെച്ച കോൺഫ്ലോർ മിക്സ് ചേർക്കാം. നല്ല തിക്കായിട്ടാണ്, കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. 1/2 ടേബിൾ സ്പൂൺ വാനില എസൻസ് ചേർക്കാം. നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പം നന്നായിട്ട് നമ്മൾ മാങ്ങയും പാലും ഒക്കെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് മറ്റൊരു ബൗളിലേക്ക് ഒഴിക്കാം. ഇനി നല്ലൊരു ബൗളിലേക്ക് ഒഴിച്ച് നമുക്കതൊന്ന് ലെവൽ ചെയ്ത് ഒരു 4 മണിക്കൂർ ഫ്രീസറിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചെടുക്കാം. 4 മണിക്കൂർ. ഇപ്പൊ 4 മണിക്കൂർ കഴിഞ്ഞു. നമ്മളുടെ ഐസ്ക്രീം ഏകദേശം ഒന്ന് കട്ടിയായിട്ടൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്കിത് ഒന്നും കൂടി ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. ഇങ്ങനെ 2 പ്രാവശ്യം അടിച്ചെടുക്കുമ്പോൾ നമ്മളുടെ ഐസ്ക്രീം നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. ഇപ്പൊ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് അത് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി അതിന്റെ മുകളിലേക്ക് ഒരു പോളിത്തീൻ കവർ വെക്കാം. എന്നിട്ട് മൂടി 7 തൊട്ട് 8 മണിക്കൂർ വരെ ഫ്രിഡ്ജിൽ വെക്കാം. നമ്മളിങ്ങനെ വെക്കുന്നത് ഐസ് കട്ട ആവാതിരിക്കാനാണ്. ഇപ്പോൾ ഒരു 8 മണിക്കൂർ കഴിഞ്ഞു. നമ്മളുടെ ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. നമുക്കിങ്ങനെ ഐസ്ക്രീം എടുക്കുമ്പോൾ തന്നെ അറിയാം, നല്ലൊരു ക്രീമി ടെക്സ്ചറാണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന സെയിം ഐസ്ക്രീമിന്റെ ഒരു ഇതാണ് കിട്ടുന്നത്. ഇനി ഒരു ബൗളിലേക്ക് ഇടാം. ഇപ്പൊ നമ്മൾ കാണുമ്പോൾ തന്നെ അറിയാം, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഐസ്ക്രീമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്താലേ ഇനി ഞാൻ അടുത്തിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടിയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.